മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 40-ാം സങ്കീർത്തനം 8-ാം തിരുവാക്യം. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുക എന്നതാണ് എൻ്റെ സന്തോഷം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ തിരുഹിതം നിറവേറ്റുകയാണ് എൻ്റെ ആനന്ദം. നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദവും ഇത് തന്നെയാകണം. ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കുക. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, അനുഗ്രഹത്തിന്റെ അഭിഷേകമായി, കൃപയുടെ അഭിഷേകമായി, വചന അഭിഷേകമായി, അത്ഭുതങ്ങളും അടയാളങ്ങളുമായി പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് കൃപയുടെ സമയമാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹൃദയം തുറന്ന് വലിയ ആനന്ദത്തോടെ നമ്മൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയാണ്. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. അതൊന്ന് അനുഭവിച്ച് ആഹ്ലാദത്തോടെ പാടിക്കേ. സ്തുതിച്ചിടട്ടെ. ആരാധന, ആരാധന, ദൈവമായ കർത്താവിന് ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. ഹല്ലേലൂയ. കർത്താവേ, ഹൃദയങ്ങളെ തുറക്കണമേ. കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. മോറിയ മലയിൽ നിറഞ്ഞും നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. കർത്താവേ, അവിടുത്തെ ബലമുള്ള കരങ്ങൾ നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിൻ ദൈവത്തിന് ആരാധന. കുടുംബമായി പാടി പാടി പ്രാർത്ഥിക്കേ. അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സമയം. ദൈവത്തിന് ആരാധന. കാരാഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത ജോസഫിൻ ദൈവത്തിന് ആരാധന. കർത്താവേ, പ്രവർത്തിക്കണമേ. സകല കെട്ടുകളെ വഴിക്കണമേ. കരങ്ങൾ ഉയർത്തി അടിച്ച് എല്ലാവരും ആരാധന, ആരാധന, ദൈവമായ കർത്താവിന് ആരാധന. ഹല്ലേലൂയ. കർത്താവേ, കൃപകൾ വർഷിക്കണമേ, അഭിഷേകം പകരണമേ. എല്ലാവരും ആരാധന, ആരാധന, ദൈവ
ദൈവമായ കർത്താവിന് ആരാധന. ദൈവമായ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അവിടുത്തെ ബലമുള്ള കരങ്ങളെ ഞങ്ങളുടെ നേരെ നീട്ടണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവായി, അനുഗ്രഹത്തിന്റെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ശുദ്ധികളും കരിഞ്ഞു പോകട്ടെ. ദൈവാനുഗ്രഹത്തെ തടയുന്ന, ദൈവ പ്രവൃത്തിയെ തടയുന്ന വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും സമർപ്പിത സമൂഹങ്ങളിലുമുള്ള എല്ലാ അശുദ്ധിയുടെ ബന്ധനങ്ങളിലേക്കും കർത്താവിന്റെ കറയില്ലാത്ത തിരിച്ചൊരൊഴുകപ്പെടട്ടെ. അവിടെയെല്ലാം സൗഖ്യവും വിടുതലും അനുഗ്രഹവും നദി പോലെ ഒഴുകട്ടെ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. പരിശുദ്ധ അമ്മേ, തിരുസഭയുടെ അമ്മേ, ഞങ്ങളെല്ലാവരും കർത്താവിന്റെ ആലോചന പ്രകാരം ജീവിക്കുന്നവരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന ആരായുക. ദൈവത്തിൻ്റെ ആലോചന ആരായുക. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പരാജയത്തിനും ദുഃഖങ്ങൾക്കും പലവിധ തകർച്ചകൾക്കും ദുരിതങ്ങൾക്കുമുള്ള ഒരു അടിസ്ഥാന കാരണം കർത്താവിനോട് ആലോചന ചോദിക്കാതെ അവരും ഇവരും പറയുന്നത് പോലെ അല്ലെങ്കിൽ തന്നിഷ്ടം പോലെ നമ്മൾ പലതും ചെയ്തതാണ്, നമ്മളൊക്കെ മുന്നോട്ട് പോയതാണ് നമ്മുടെ അനേകം പരാജയത്തിനും തകർച്ചകൾക്കുമുള്ള ഒരു കാരണം. കർത്താവിൻ്റെ ആലോചന പ്രകാരം നാം നമ്മുടെ ജീവിതം നയിച്ചാൽ നമുക്ക് വലിയ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിൻ്റെ നിറവും സംഭവിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തികളിൽ ബലവാനുമാണ്. ഓരോരുത്തർക്കും അവനവന്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസൃതമായ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. പ്രവാചകനായ ജെറമിയായിലൂടെ കർത്താവിൻ്റെ വചനം എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഞാൻ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. നമ്മുടെ കർത്താവ് ആലോചനകളിൽ വലിയവനായ ദൈവമാണ്. പ്രവൃത്തികളിൽ അവിടുന്ന് ബലവാനാണ്, സർവശക്തനാണ്. കർത്താവ് ആലോചനകളിൽ വലിയവനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആലോചനകൾ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മുടെ പല തകർച്ചകളുടെയും നമ്മൾ അനുഭവിക്കുന്ന പല പരാജയങ്ങളുടെയും ദുഃഖ ദുരിതങ്ങളുടെയും അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട. ഈ വചനത്തിലൂടെ വ്യക്തമായി കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സർവജ്ഞാനിയായ ദൈവം, കർത്താവ് നിത്യജ്ഞാനി ആയതുകൊണ്ട് കർത്താവിൻ്റെ ആലോചനകള്, കർത്താവിൻ്റെ തീരുമാനങ്ങള് നമുക്ക് വലിയ സുരക്ഷിതത്വമാണ്. അതാണ് നമുക്ക് അനുഗ്രഹം. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ സംഭവിച്ച ചില വ്യക്തികളെ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കർത്താവിന്റെ ആലോചന ചോദിച്ച്
അതിനനുസൃതമായി മുന്നോട്ട് പോയപ്പോൾ അവർക്ക് ലഭിച്ച വിജയത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഓരോ വചനവും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തൻ്റെ ജനവുമായി. കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തൻ്റെ പ്രിയപ്പെട്ടവരോട്. ദൈവം നോഹയോട് സംസാരിക്കുന്നു, ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു, ദൈവം മോശയോട് സംസാരിക്കുന്നു, ദൈവം ഏലിയാവിനോട് സംസാരിക്കുന്നു, കർത്താവ് പ്രവാചകന്മാരോട് സംസാരിക്കുന്നു, പരിശുദ്ധ മറിയത്തോട് സംസാരിക്കുന്നു, അപ്പോസ്തലന്മാരോട് സംസാരിക്കുന്നു. ഈ കർത്താവ് ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ആലോചനകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ദാഹം നമുക്കുണ്ടാകണം. സങ്കീർത്തനങ്ങൾ 25-14 വചനത്തിൽ ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്, കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി, തൻ്റെ ആലോചനകൾ അവർ അറിയിക്കുന്നു. കർത്താവിൻ്റെ ആലോചനകൾക്കനുസൃതമായി നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, നമ്മുടെ കുടുംബത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ അത് അത്ഭുതത്തിൻ്റെ അടയാളമായി മാറുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 21-22 വാക്യങ്ങളിൽ എന്താ വചനം പറയുന്നത്? തന്നെ സ്നേഹിക്കുന്നവർക്ക് യേശു തന്നെ വെളിപ്പെടുത്തുന്നു. തൻ്റെ ആലോചനകൾ കർത്താവ് അവരെ അറിയിക്കുന്നു. തൻ്റെ തിരുഹിതം കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. നമ്മൾ ഈ സത്യം തിരിച്ചറിയണം. ഉൽപ്പത്തിയുടെ പുസ്തകം 12 അധ്യായത്തിലോട്ട് വരാം. അവിടെ പൂർവ്വപിതാവായ അബ്രഹാം 1 വചനത്തിൽ പറയുന്നു, ദൈവം അബ്രഹാമിനോട് സംസാരിച്ച്, അബ്രഹാമേ, നിന്റെ പിതൃഭവനത്തെയും ബന്ധുക്കളെയും നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയൊക്കെ വിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോവുക. 12 അധ്യായം 4 വചനത്തിൽ കർത്താവിൻ്റെ ആലോചന പ്രകാരം, കർത്താവിൻ്റെ ശബ്ദം കേട്ട് ആ ശബ്ദത്തോട് യെസ് പറഞ്ഞ അബ്രഹാം പുറപ്പെടുകയാണ്. 5 വചനത്തിൽ വീണ്ടും തിരുവെഴുത്ത് പറയുന്നു, അബ്രഹാം തൻ്റെ ഭാര്യ സാറയായും തൻ്റെ സഹോദരപുത്രൻ ലോത്തിനെയും ഹാരാനിൽ വെച്ച് തങ്ങൾ നേടിയ സമ്പത്തുമായി അവർ യാത്ര ചെയ്ത് കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. ദൈവം പറഞ്ഞ സ്ഥലം കാനാൻ ദേശമായിരുന്നു. ആ കാനാൻ ദേശത്ത് കർത്താവിൻ്റെ ആലോചന പ്രകാരം അബ്രഹാം എത്തിച്ചേരുകയാണ്. എന്നാൽ അല്പം നാളുകൾ കഴിഞ്ഞപ്പോൾ 10 വചനത്തിൽ പറയുന്നു, അവിടെ വലിയൊരു ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിലേക്ക് പോയി പാർക്കാമെന്ന് കരുതി അബ്രഹാം ഈജിപ്തിലേക്ക് തിരിച്ചു. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ അപകടം. ദൈവത്തിൻ്റെ ആലോചന കേട്ട് കാനാനിലെത്തിയ അബ്രഹാം കടുത്ത ക്ഷാമം വന്നപ്പോൾ കർത്താവിൻ്റെ ആലോചന സ്വീകരിക്കാതെ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാതെ ഈ കടുത്ത ക്ഷാമത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി തന്നിഷ്ടപ്രകാരം അവൻ ഈജിപ്തിലേക്ക് പോവുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്നൊരു വളർച്ച കിട്ടാൻ, പെട്ടെന്ന് ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ, പെട്ടെന്ന് എനിക്ക് ഉയർച്ചയുണ്ടാകാൻ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരു എക്സിറ്റ്, ഒരു വിടുതലുണ്ടാകാൻ കർത്താവിൻ്റെ ആലോചനകൾ കേൾക്കാതെ, കർത്താവിൻ്റെ ശബ്ദം വേണ്ട വിധം കേൾക്കാതെ പലപ്പോഴും അവരും ഇവരും പറയുന്ന വാക്ക് കേട്ട് നമ്മൾ പലതും ചെയ്യുമ്പോൾ അതെല്ലാം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വലിയ കെണികളായിട്ട് മാറുന്നു. അങ്ങനെ പലവിധ കെണികളിൽപ്പെട്ട എത്രയോ വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ ശുശ്രൂഷയിൽ അപ്രകാരം വേദനിക്കുന്ന പലരും പങ്കെടുക്കുന്നതായി കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു. ഇവിടെ അബ്രഹാമിന് പറ്റിയ തെറ്റെന്താണ്? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി അബ്രഹാം കാത്തു നിന്നില്ല. നമ്മൾ കടുത്ത ക്ഷാമത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഞെരുക്കങ്ങളിലും കഷ്ടതകളിലും ഇവിടെ കടന്നു പോകുമ്പോഴാണ് ഏറ്റവും അധികം
കർത്താവിൻ്റെ ശബ്ദം കേൾക്കേണ്ടത്. കാരണം അപ്പോഴേ നമുക്ക് തെറ്റുപറ്റുവാനുള്ള കൂടുതൽ സാധ്യതകളുള്ളത്. ആ സമയങ്ങളിൽ കർത്താവിൻ്റെ ആലോചനകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ ശബ്ദത്തിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കണം, സജ്ജമാക്കണം. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാതെ ഒരടി നമ്മൾ മുന്നോട്ട് പോകരുത്. ദൈവഹിതത്തിന് വെളിയിൽ ഒരു വലിയ കൊട്ടാരത്തിൽ കഴിയുന്നതിനേക്കാൾ എത്രയോ അനുഗ്രഹമാണ് ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം കടുത്ത ക്ഷാമത്തിലായിരിക്കുന്നത്. ദൈവത്തോട് ആലോചന ആരായാതെ അബ്രഹാം ഈജിപ്തിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പിന്നീട് എന്താ ഉണ്ടായേ? ഒരുപാട് വേദനകളും കണ്ണുനീര് അബ്രഹാമിന് അനുഭവിക്കേണ്ടി വന്നു. ആ ഈജിപ്തിൽ വെച്ചാണ് അബ്രഹാം സാറ ദമ്പതികൾക്ക് ഹാഗാർ എന്ന് പറയുന്ന ഒരു അടിമ പെൺകുട്ടിയെ കിട്ടിയത്. ഈജിപ്തിലേക്ക് പോയപ്പോൾ ഫറവ കൊടുത്ത ഗിഫ്റ്റാണ്. ഈ ഹാഗാർ ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് വന്ന് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? അബ്രഹാമിന്റെ കുടുംബജീവിതം താറുമാറായി. ഹാഗാറിനെ ചൊല്ലി അബ്രഹാമിന്റെ കുടുംബത്തിൽ വലിയ അസ്വസ്ഥതകളുണ്ടായി. എന്താ ഇതിന്റെ കാരണം? അതൊരിക്കലും ദൈവത്തിന്റെ ആലോചനയായിരുന്നില്ല. മാത്രമല്ല, അവർക്ക് ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടി. ഈ സമ്പത്ത് മൂലം അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ കലഹമുണ്ടായി. അത് അവർ തമ്മിലുള്ള പല അസ്വസ്ഥതകൾക്കും കാരണമായി. ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടായി. അബ്രഹാമിനെ വിട്ട് ലോത്ത് പിരിഞ്ഞു പോവുകയാണ്. ഇതെല്ലാം സംഭവിച്ചതിന് അടിസ്ഥാനം എന്താ? ദൈവത്തോട് ആലോചന ആരായാതെ അബ്രഹാം തന്നിഷ്ടം പോലെ മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ച തകർച്ചയാണ്. എൻ്റെ സഹോദര സഹോദരി, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല തകർച്ചകളുടെയും കാരണം. നമ്മൾ അനുഭവിക്കുന്ന പല പരാജയങ്ങളുടെ അടിസ്ഥാനം ഇത് തന്നെയാണ്. കർത്താവിൻ്റെ ആലോചന ആരായാതെ നമ്മൾ പലരും പലപ്പോഴും തന്നിഷ്ടം കാണിച്ചു, തന്നിഷ്ടം പോലെ മുന്നോട്ട് പോയി. അതെല്ലാം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വലിയ കെണികളായി, പ്രശ്നങ്ങളായിട്ട് മാറി. പക്ഷെ പേടിക്കണ്ട, ഇനിയെങ്കിലും കർത്താവിനെ ആശ്രയിക്കാനും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും നമുക്കൊരു തീരുമാനമുണ്ടാകണം. പ്രവാചകനായ ജോഷുവയുടെ ജീവിതത്തിലോട്ട് വരിക. 7-ാം അധ്യായം, അവിടെ 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ജോഷ പ്രവാചകൻ പറയും, ലീഡേഴ്സിനെ തെരഞ്ഞെടുത്ത് നിങ്ങൾ ഈ പട്ടണം പോയി ഒന്ന് നിരീക്ഷിക്കുക, രഹസ്യമായി നിരീക്ഷിച്ച് എനിക്ക് റിപ്പോർട്ടുമായിട്ട് വരാൻ പറയും. അങ്ങനെ ഈ ലീഡേഴ്സ് പട്ടണം ചെന്ന് കണ്ട് അവിടുത്തെ റിപ്പോർട്ടുമായി ജോഷ പ്രവാചകനിലേക്ക് തിരിച്ചു വരാണ്. അവരെല്ലാം ഒന്നടങ്കം പറയും, പ്രവാചക, വളരെ ചെറിയ പട്ടണമാണ്, നമ്മളെല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, 2000-3000 പേര് മാത്രം യുദ്ധത്തിന് പോയാൽ മതി. ഈ സമയത്ത് പ്രവാചകനായ ജോഷുവ, കർത്താവേ, അവിടുത്തെ ആലോചന എന്താണ്? അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? കർത്താവേ, അങ്ങയുടെ തിരുഹിതം എന്താണെന്ന് ദൈവത്തോട് ആലോചന ആരായാതെ ഈ ലീഡേഴ്സിന്റെ വാക്ക് കേട്ട്, കൂടെ നിന്നവരുടെ വാക്ക് കേട്ട് ജോഷ പ്രവാചകൻ പ്രവർത്തിക്കുകയാണ്. നമ്മൾ കൂടെ നിൽക്കുന്നവരെ നമ്മൾ മാനിക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ ബന്ധുമിത്രങ്ങളെ മാനിക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം, മാനിക്കണം. എന്നാൽ ഇതിൻ്റെ നടുവിലും കർത്താവ് എന്താണ് പറയുന്നതെന്ന് അറിയാൻ നമ്മൾ ആരും മറന്നു പോകരുത്, വിട്ടുകളയരുത്. അതാണ് പ്രധാന കാര്യം. ഈ ലീഡേഴ്സിൻ്റെ വാക്ക് കേട്ട് പ്രവാചകനായ ജോഷ 3000 പേരെ പട്ടണത്തിലേക്ക് വിടുകയായി, യുദ്ധത്തിന് വേണ്ടി വിട്ടു. എന്താ സംഭവിച്ചത്? 4-5 വാക്യങ്ങൾ. പട്ടണത്തിന് മുമ്പിൽ ഇസ്രായേല് തോറ്റു തുന്നം പാടി. 36 ഇസ്രായേൽ പട്ടാളക്കാരെ നിവാസികള് കൊന്നൊടുക്കി. ഒരു വലിയ പരാജയം ഇസ്രായേലിന് സംഭവിച്ചു. വിട്ടുമാറാത്ത ചില പരാജയങ്ങളുമായി, സാമ്പത്തിക പരാജയം, കുടുംബജീവിതത്തിൽ പരാജയം, ജോലിയിൽ പരാജയം, ബിസിനസ്സിൽ പരാജയം എന്ന് വേണ്ട തൊടുതു മുഴുവൻ പരാജയമായി മാറി വേദനിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? പ്രിയ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള കർത്താവിൻ്റെ ശബ്ദമാണ്. കർത്താവിനോട് ആലോചന ചോദിക്കാതെ ജോഷ പ്രവാചകൻ മുന്നോട്ട് പോയതാണ് ഈ പരാജയത്തിൻ്റെ ഒരു കാരണം. വേറെ പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം ഇതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന എന്തായിരുന്നു? ജോഷ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം.
ഇതിനു മുൻപ് പ്രവാചകൻ കർത്താവിൻ്റെ മുമ്പിൽ വീണ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 8:1 വീണ്ടും കർത്താവ് ജോഷുവയോട് സംസാരിക്കും. ജോഷുവ, എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയി പട്ടണത്തിലേക്ക് പോവുക. ആ പട്ടണത്തെയും അതിലുള്ള നിവാസികളെയും രാജാവിനെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആലോചന എന്തായിരുന്നു? കർത്താവിന്റെ തിരിഹിതം എന്തായിരുന്നു? എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ഈ പട്ടണത്തിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. അതിന് പകരം കൂടെ നിന്നവരുടെ വാക്ക് കേട്ട് ജോഷപ്രവാചകൻ പ്രവർത്തിച്ച് ആ 3000 പേരെ വിട്ടപ്പോൾ വലിയ പരാജയം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ പല പരാജയങ്ങളുടെയും നമ്മൾ അനുഭവിക്കുന്ന പല വേദനകളുടെയും ദുഃഖങ്ങളുടെയും കാരണം ഇതൊക്കെ തന്നെയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ കൂടി നമുക്കൊന്ന് വരാം. സാമുവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായം. ദാവീദ് വലിയ ദുഃഖത്തിലാവുകയാണ്. ദാവീദും അവൻ്റെ കൂട്ടാളികളും സിഗ്ലാലിൽ എത്തിയപ്പോൾ അമിലേക്കര് ദാവീദിൻ്റെയും അവൻ്റെ കൂട്ടാളികളുടെ എല്ലാം ഭാര്യമാരെയും മക്കളെയും വസ്തുവകകളെയെല്ലാം അമലേക്കര് കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ദാവീദും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും വലിയ ദുഃഖത്തിലായി. വലിയ പരാജയത്തിൻ്റെയും ഒരുപാട് വേദനയുടെ അനുഭവത്തിൽ അവരിങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുക. ഈ സമയത്ത് ദാവീദ് എന്താ ചെയ്തത്? നിരാശപ്പെട്ട് അവൻ ജീവിതം അവസാനിപ്പിക്കാതെ കർത്താവിനെ ആശ്രയിച്ചു. 30-ാം അധ്യായം 7-ാം വചനത്തിൽ ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്, ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ഇതാണ് അത്ഭുതങ്ങൾ വെളിപ്പെടുവാനുള്ള രഹസ്യം. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളെല്ലാം അനുഭവിക്കുവാനുള്ള അടിസ്ഥാനം. പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, പരാജയങ്ങളിൽ, ഏത് സാഹചര്യത്തിലും കർത്താവിന്റെ ആലോചന നമ്മൾ ആരായണം. ഇവിടെ ഈ വലിയ പ്രതികൂലത്തിന്റെ മധ്യേ ദാവീദ് അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ആലോചന എന്താ? അമിലേക്കിൽ ഞാൻ പിന്തുടരണോ? കർത്താവ് പറഞ്ഞു, ദാവീദേ, നീ അവരെ പിന്തുടരുക, ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതെല്ലാം നീ വീണ്ടെടുക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിന്റെ റേമ, ദൈവത്തിൽ നിന്നുള്ള ആലോചന ദാവീദ് കേട്ടപ്പോൾ ആ ദൈവ ശബ്ദം ദാവീദിനെ കരുത്തുള്ളവനാക്കി. അവന് നിരാശ മാറി, തളർച്ച മാറി, മടുപ്പ് മാറി. ദാവീദ് വളരെ എനർജറ്റിക്കായി. എന്താ കാരണം? അവൻ ആ പ്രതിസന്ധിയിൽ കർത്താവിന്റെ ആലോചന ആരാഞ്ഞു. 30-ാം അധ്യായം 18-ാമത്തെ വാക്യം. നിങ്ങൾ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ആ വചനം നിങ്ങൾ നോക്കണം. കർത്താവിന്റെ പരിശുദ്ധാത്മ പറയാ, അമിലേക്കരിൽ നിന്ന് ദാവീദ് എല്ലാം വീണ്ടെടുത്തു. ദാവീദിന് അവന്റെ കൂട്ടാളികൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതെല്ലാം അമിലേക്കരിൽ നിന്ന് വീണ്ടെടുത്ത്, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്ത് കർത്താവ് അവരെ അനുഗ്രഹിക്കുകയാണ്. എന്താണ് ഈ വിജയത്തിന്റെ കാരണം? ദൈവത്തിന്റെ ആലോചന ദാവീദ് ആരാഞ്ഞു. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതം ആഗ്രഹിക്കുന്നുണ്ടോ? അഭിഷേകം ആഗ്രഹിക്കുന്നുണ്ടോ? യേശുവിൽ നിന്നൊരു സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിനൊരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഉയർച്ചകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആലോചന കേട്ട്, കർത്താവിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോവുക. പലപ്പോഴും ഈ ഒരു ദൂത് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ശുശ്രൂഷ മേഖലകളിൽ, ഷെക്കേന മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, മിനിസ്ട്രിയുടെ ശുശ്രൂഷകളുള്ള ബന്ധത്തിലൊക്കെ പലപ്പോഴും ചില നിർണായകമായ കാര്യങ്ങൾ തീരുമാനമെടുക്കണേക്കാൾ മുമ്പ് കർത്താവിനോട് ആലോചന ചോദിച്ച്, വ്യക്തിപരമായും ഞങ്ങൾ ടീമായും ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി, കർത്താവെ, നിന്റെ ആലോചന എന്താണ്? കർത്താവെ, നിന്റെ ദുരിഹിതം എന്താണ്? ഈ ആലോചന അറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെയെല്ലാം എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ അസാധ്യമാണെന്ന് തോന്നിക്കുന്ന കാര്യമാണെങ്കിലും അവിടെയെല്ലാം കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതകരമായി നടത്തിയ, കർത്താവ് സംരക്ഷിച്ച,
കർത്താവ് ഇടപെട്ട, കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച 100 അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റും. നമുക്കും ഇതുപോലത്തെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും അത് വിജയമാകാം, പരാജയമാകാം, ദുഃഖമാകാം, ആനന്ദമാകാം, ഏത് സാഹചര്യത്തിലും കർത്താവിനോട് ആലോചന ആരാഞ്ഞ് കർത്താവിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോവുക. അത് നമുക്ക് വലിയ സുരക്ഷിതത്വമാണ്, അത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ നമുക്കതിനായി ക്രമപ്പെടുത്താം. കർത്താവിനോട് ആലോചന ആരായാതെ തന്നിഷ്ടപ്രകാരം ചെയ്ത കാര്യങ്ങളെ ഓർത്ത്, പലപ്പോഴും ദൈവശബ്ദം കേൾക്കാതെ ഞാൻ നിങ്ങളിൽ ചെയ്ത ഓരോ പ്രവൃത്തികളെ ഓർത്ത് അനുദപിക്കുക. കർത്താവിനോട് ഹൃദയം പൊട്ടി മാപ്പ് ചോദിക്കുക. കർത്താവേ, കരുണ കാണിക്കണമേ. ഒരു നിമിഷം മുട്ടുകുത്തി, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളൊരു നിമിഷം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ആലോചനകൾ നമുക്ക് പകർന്നു നൽകുന്നത്. നമുക്ക് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, സമർപ്പിത ജീവിതത്തിൽ, ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നുവേണ്ട ഞങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ആലോചനകൾക്ക് അനുസൃതമായി മുന്നോട്ട് പോകുക. ദൈവ ശബ്ദം കേട്ട് ഓരോ കാര്യവും സ്റ്റെപ്പ് ചെയ്യുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നൽകിയ ഈ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ദൈവകൃപയിൽ നമുക്കൊക്കെ ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥനെ അപ്പമായി തീരുന്ന ഗുരു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയെ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു ദൈവത്തിന്റെ ആലോചനകൾ ആരായുക. പരിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടെ നോക്കി ഇരുകരങ്ങളും പൂർണ്ണമായി നീട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ഹൃദയം നുറുങ്ങി നിലവിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ തകർച്ചകളില്, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളില്, ഞങ്ങളുടെ കഷ്ടപ്പാടുകളില്, ഞങ്ങളുടെ ഞെരുക്കങ്ങളില്, ഞങ്ങളുടെ രോഗപീഠകളില് കർത്താവേ കരുണയായിരിക്കണമേ. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇടപെടുന്ന സമയം, കർത്താവ് പ്രവർത്തിക്കുന്ന സമയം, അനേകരെ കർത്താവ് വചനമയച്ച് സുഖപ്പെടുത്തുന്ന സമയം, യേശു നൽകുന്ന ഈ സൗഖ്യ അനുഭവങ്ങളെ സ്വന്തമാക്കി ഒരിക്കലും തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായി, ഞങ്ങളെ സുഖപ്പെടുത്തിയ കൃപയ്ക്കായി, തിരു സാന്നിധ്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച കാരുണ്യത്തിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ, യേശുവേ ആരാധന. അടുത്ത ആഴ്ച ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വാസത്തിൽ മുന്നേറുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ.
മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ